അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ, വാച്ച് ചെയ്യണം കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് വാച്ച് ചെയ്യണം. എൻ്റെ പൊട്ടത്തരങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് എനിക്ക് എൻ്റെ വീഡിയോക്ക് ഇച്ചിരി റീച്ച് ഉണ്ടാക്കി തരണേ. പിന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ, ലവ് യു ഓൾ. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്തിൻ്റെ വിശേഷം? ഞാൻ രാവിലെ എണീച്ചു, ഡോറ് തുറക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്ക് എൻ്റെ ഒരു കുഞ്ഞ് മോർണിംഗ് കാണിച്ചു തരാമെന്ന്. എന്താ രസം നോക്ക്, മോർണിംഗ് കാണിച്ചു തരാവേ. രാവിലെ തന്നെ ഇവിടെ ഫുള്ള് ചെറിയ കോടയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാ കാണുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ രാവിലെ തന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ളൊരു ചെക്കപ്പുകയിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിനു മുമ്പ് വെറുതെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നമ്മുടെ മുറ്റവും വെട്ടം കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി അല്ലേ രാവിലെ തന്നെ എണീച്ചിട്ട്. അങ്ങനെ ഞാൻ രാവിലെ ഇതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേവറേറ്റ് ഏരിയ ആയ ഗാർഡനിലേക്ക് ഒന്ന് വന്ന് അത് കഴിയുമ്പോഴാണ് എനിക്കൊരു സന്തോഷം. ബാക്കിയെല്ലാം എടുത്ത് വെച്ചു കേട്ടോ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഏകദേശമൊക്കെ റെഡിയാക്കി. ഇനി കുറച്ച് ദോശ ഉണ്ടാക്കണം, ചോറുണ്ടാക്കി പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ള, പിന്നെ മീൻകറി ഉണ്ടാക്കണം, ദോശ ഉണ്ടാക്കണം, ചട്നി ഉണ്ടാക്കണം. അതൊക്കെ ചിലവിടേന്ന് കഴിയും. കാണുന്നുണ്ടോ നിങ്ങൾക്ക് രാവിലെ? എന്ത് രസമാണ് നോക്കി. പോസിറ്റീവല്ലേ രാവിലെ എണീക്കുമ്പോൾ. എനിക്ക് രാവിലെ എണീറ്റ് നേച്ചറിനോട് ഇത്തിരി സംസാരിച്ച് നേച്ചർ കണ്ടിരുന്ന പ്രകൃതിനെ ഇത്തിരി നേരം നോക്കിയിരുന്നാലൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ എനിക്ക് എല്ലാം ചെയ്യാനൊരു ഉഷാറൊക്കെ കിട്ടുവേ. എൻ്റെ ചെടികൾ, പൂക്കൾ ഇച്ചിരി വട്ടാണേ. ഇതവിടെ നിന്ന് എൻ്റെ ചെടിയിലൊരു കുറേ നാൾ കഴിഞ്ഞിട്ടൊരു ചെമ്പരത്തി ഞങ്ങൾ കൊണ്ടുപോയി നട്ടിട്ട് അതിൽ പൂവുണ്ടാവുന്നില്ലായിരുന്നു കേട്ടോ. അതെന്ത് ചെമ്പരത്തിയാന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നേ. ഇന്ന് നോക്കുമ്പോൾ, രാവിലെ നോക്കുമ്പോൾ ഞാൻ ഡോറ് തുറന്നപ്പോൾ കണ്ട കാഴ്ച, ഇവിടെ ഒരു വെള്ള ചെമ്പരത്തി, മഞ്ഞയല്ല വെള്ള. ഓക്കെ, അങ്ങനെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ചെമ്പരത്തി, ഓറഞ്ച്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ കടും ഓറഞ്ചായിട്ടൊക്കെ തോന്നുന്നുണ്ട്, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങളുടെ ഇവിടെ ഒരു കിളിക്കൂടുണ്ടെന്ന്. അതിവിടെ വന്നിട്ട് വേറെ വലിയ കിളികളൊക്കെ വന്നിട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യായിരുന്നതാ. ഞാൻ വന്നിട്ട് പിന്നെ ഞങ്ങളുടെ മാറ്റ് എടുത്തിട്ട് ആ കൂട് വെച്ച് മൂടി വെച്ചു. അപ്പോൾ വേറെ വലിയ വലിയ കിളികൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഈസി ആക്സസ് ആവില്ലല്ലോ. അപ്പം ഞാൻ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണേ. ഞങ്ങളുടെ ഇവിടെ നിറച്ചും കിളിക്കൂടുണ്ട് കേട്ടോ. ഇതിപ്പോൾ താഴെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കാണാം. ഈ ബാംബൂലൊക്കെ കിളിക്കൂടുണ്ടേ. ഇതിൻ്റെ അകത്ത് ഈ മുളയില്ലേ, മുള എന്ന് പറയില്ലേ, അത് ഞങ്ങൾ നട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ കിളിക്കൂടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തൊക്കെ കിളിക്കൂടുണ്ട് കേട്ടോ. ഞങ്ങളൊന്നും ചെയ്യാണ്ട് വെച്ചിരിക്കുക അതുങ്ങളെ, പാവല്ലേ. അങ്ങനെ അപ്പം നമുക്കിനി എന്തുണ്ടാക്കാം? നമ്മുടെ മോർണിംഗ് പരിപാടിയിലേക്ക് പോയാലോ? എന്താണ് ഇവിടെ? എൻ്റെ ആമ്പലുണ്ടായോ നോക്കട്ടെ. ഇല്ല, ഒരു ആമ്പൽ, അവിടെ ഒരു ആമ്പൽക്കുളം കണ്ടത്. അതെപ്പോഴും അതിൽ പൂവുണ്ടാവില്ല. ഇന്നാളെ പ്രാവശ്യം ഒരു പൂവുണ്ടായി, പിന്നെ ഇത് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഇപ്പോൾ ആകെ പൂവുണ്ടായിട്ടുള്ളൂ. എനിക്കറിയില്ല ഇതെന്താ പൂവുണ്ടാവാത്തതെന്ന്. ഇനി മേ ബി ഇതിൻ്റെ ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ഒരു ആപ്പിൾ ചാമ്പയുണ്ട്. ഈ മരം കണ്ടു. ഇത് കാരണം ഇത് ഇവിടെ വെയിലധികം അടിക്കണില്ല. അപ്പം അത് കാരണമാണോ എന്നും അറിയില്ല. ഓക്കെ, വേറെ എന്താണുള്ള കാണിക്കാൻ? വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ മോർണിംഗ് റുട്ടീൻ തുടങ്ങാം. വേറെ 2 പൂവും കൂടെ കാണിച്ചു തരട്ടെ. ഒരു രസമല്ലേ നിങ്ങൾ ഈ പൂവൊക്കെ കാണിച്ച്? ഇഷ്ടമുണ്ടോ? എല്ലാവർക്കും ഒന്നും പൂവൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവത്തില്ല അല്ലേ? എനിക്കിഷ്ടമാണേ, പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൂക്കൾ, പനിനീർ പൂക്കൾ. നല്ല ഭംഗിയില്ലേ പൂ കാണാൻ? ഇതാണ് ആ പൂവ്. ഓക്കെ, അങ്ങനെ രാവിലെ പൂക്കളെയൊക്കെ ഒന്ന് കണ്ടു. ഇവിടെ വേറെ കുറച്ച് ഞങ്ങൾ അറ്റത്ത് കുറച്ച് ചെണ്ടുമല്ലി നട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ കുറേ നാൾ നിൽക്കും കേട്ടോ. കോർണറിൽ. പക്ഷെ ഇതിങ്ങനെ ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഭംഗി തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അല്ലാണ്ട് ഭയങ്കര ഭംഗി കേട്ടോ. അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ? ഇന്ന് ഞാനൊരു മുളകിട്ട മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത്. അത് നിങ്ങളെ കാണിച്ചു തന്നാലോ?
വാ നമുക്കതും കൂടെ കാണാം. മോനെ എണിച്ചിട്ടില്ല. അപ്പോൾ ഉച്ചത്തേക്കുള്ള കറിയാക്കാം. അതിനായിട്ട് ഞാൻ ഓലമീനാണ് എടുത്തിരിക്കുന്നത്. ഇതിനിങ്ങനെ മുളകും മഞ്ഞളൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ ഇന്നലെ രാത്രിക്ക് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് രാവിലെ എനിക്ക് ഈസി ആവുമല്ലോ. അങ്ങനെ ഞാൻ ഇതിനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയണം കേട്ടോ. ഞാൻ ജസ്റ്റ് അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുടംപുളിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചത്. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴല്ലേ മീനിന് നല്ല ടേസ്റ്റ്. എനിക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് ദോശ ചട്നി. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ പോവാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും ഉലുവയും കൂടി ഇടാം. കുറച്ച് ഉലുവ മതി കേട്ടോ, കുറേയൊന്നും വേണമെന്നില്ല അല്ലേ, കുറച്ച് മതി ഒരു പാകത്തിന്. എനിക്കിതിൻ്റെ കണക്ക് അങ്ങനെ അറിയില്ല, ഞാനൊരു ഒരു ഇതിലങ്ങ് ഇടുവാണ് കേട്ടോ. പിന്നെ കടുക് ഉലുവ ഇട്ട് കഴിഞ്ഞ് കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും കാര്യങ്ങളും കൂടെ ഞാൻ ഇതിലോട്ട് ഇടുവാണേ. ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക് ഇതിട്ടിട്ട് നമുക്ക് നല്ലോണം ഇളക്കി ഇതൊന്ന് ചെറുതായിട്ട് വഴണം. ഓവർ കുക്ക്ഡ് ആവേണ്ട ആവശ്യമില്ല മീനിൽ. ഉള്ളി ഓവറായിട്ട് കരിഞ്ഞു പോയാൽ മീൻ കറിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവും തോന്നില്ല. അപ്പം ഇത് ചെറുതായിട്ടൊന്ന് ആയാൽ മതി. ഇതൊക്കെ അമ്മ പഠിപ്പിച്ചു തന്നെ കേട്ടോ. അധികം കുക്ക് ചെയ്യണ്ട, ചെറുതായിട്ട് കുക്ക് ചെയ്താൽ മതി എന്നൊക്കെ. എനിക്ക് ആദ്യം കുക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കുക്കിംഗ് ഒക്കെ പഠിച്ചത്. ജോലി ചെയ്യുമ്പോൾ കുക്കിംഗ് ഒന്നും ചെയ്യാറില്ലായിരുന്നു, ആരെങ്കിലുമൊക്കെ ചെയ്തു തരുമായിരുന്നു. ഇപ്പോൾ വീട്ടിൽ വന്നപ്പം എനിക്ക് ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്യുവാണ്. അങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമൊക്കെ ആട്ടോ. ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇഷ്ടം. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഡിപ്രഷനിലായി പോയേനെ. പക്ഷെ ഉണ്ടാക്കുന്നതിന് ഭയങ്കര ടേസ്റ്റ് ഇല്ലെങ്കിലും കഴിക്കാം, അയ്യേന്ന് പറയത്തില്ല ആൾക്കാർ. അങ്ങനെ അപ്പോൾ ഇതിൽ ഉള്ളി, ചെറിയുള്ളിയാണ്, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനം ഇട്ടിട്ടൊന്ന് ഇളക്കുവാണ്. ഇത് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ മെയിൻ പരിപാടിയിലേക്ക് എടുക്കാം. അതായത് ഇത് കണ്ടോ, ഇതിൽ ഞാനിങ്ങനെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റാണ് മീനിൻ്റെ ചാറിന്. ഇതെന്താണെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു പൊടിക്ക് മല്ലിപ്പൊടി ഇട്ടേ. അപ്പോൾ എന്താ വെച്ചാൽ ചാറിന് നല്ല കട്ടി ഉണ്ടാവും. പിന്നെ മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ കുറച്ച് ഫിഷ് മസാല, അത് നമ്മളിങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ഒരു 10-20 മിനിറ്റ് വെക്കണം. അത് ഞാൻ 5:30 എണിച്ചായിരുന്നു, അപ്പോഴേ ഞാൻ ഇതുണ്ടാക്കി വെച്ചേ. അപ്പോൾ പിന്നെ നമുക്ക് വേഗം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഇതാക്കി വെച്ചു. ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ഉള്ളിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഒറ്റയ്ക്ക് ഫോൺ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടേ. ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ഗ്രോയിങ് യൂട്യൂബർ, ഇത് ഈ വർഷമാണ് ഞാൻ ആക്ച്വലി യൂട്യൂബിലൊന്ന് ആക്റ്റീവ് ചെയ്ത്. ആക്ച്വലി പണ്ടേ തുടങ്ങി വെച്ച യൂട്യൂബ്. അപ്പം നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. ജോലി ചെയ്യുമ്പോഴും നമുക്കങ്ങനെ യൂട്യൂബിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇഷ്ടമാതിരി ടൈമായപ്പോൾ ഞാൻ വെച്ച് യൂട്യൂബ് തന്നെ ചെയ്യാമെന്ന്. പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ യൂട്യൂബ് ചെയ്യുന്നതും എന്നെ തന്നെ എനിക്ക് സ്ക്രീനിൽ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. യാതൊരു അഹങ്കാരവും ഇല്ല ഇങ്ങനെ പറയുന്നതിൽ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാണാൻ, അതുകൊണ്ടാണ് മെയിനായിട്ട്. നമുക്ക് ഇഷ്ടം കൂടെ വേണമല്ലോ, അല്ലാണ്ട് ചുമ്മാ ഒരു യൂട്യൂബർ ആവണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആയിട്ടുണ്ടെങ്കിലൊന്നും ഓക്കെ അല്ലാന്ന് എനിക്ക്. നമുക്ക് ഇതിലേക്കൊരു പാഷനും കൂടെ വേണം, ചെയ്യാനൊരു ഇൻട്രസ്റ്റും കൂടെ വേണം. അപ്പം ഞാൻ നമ്മുടെ ഉള്ളി ഇതൊക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സാധനം, ഈ മിക്സ് ഇത് ഇടാൻ പോവാണ് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് എത്ര ചാറ് വേണോ
അത്രയും വെള്ളം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ചാറ് ഉണ്ടാക്കുന്നുള്ളൂ, അത് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുടംപുളിയും പിന്നെ ഈ ഉണ്ടാക്കി വെച്ച മീൻ ആദ്യമേ ഞാൻ ഇന്നലെ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഞാൻ മീൻ ഓൾറെഡി ഞാൻ അതിനെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം രാവിലെ ആകുമ്പോഴത്തേക്കും മീനിലേക്ക് എല്ലാം മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ പിടിച്ച് ഉപ്പും പിടിച്ച് നല്ലൊരു രുചി കിട്ടും കേട്ടോ. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു സിമ്പിൾ മുളകിട്ട മീൻകറി. ഓക്കെ, അപ്പം നമ്മുടെ മീൻകറി ഇതാ നല്ല അടിപൊളിയായിട്ട് മീൻ ചാറ് വെട്ടി തിളയ്ക്കുന്നുണ്ടേ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച കുടംപുളി ഇട്ട് കൊടുക്കാം. ഞാൻ 3-4 അല്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം തന്നെ നല്ല പുളി ഉണ്ടാവും. ഇതിവിടെ വീട്ടിലുണ്ടായ കുടംപുളിയാണ്, ഇതിന് നല്ല പുളിയുണ്ട്. അപ്പോൾ മേടിക്കുന്നതിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ എന്തോ ചാറൊക്കെ എടുത്തിട്ടാണ് പിന്നെ അവർ വിൽക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പുളി കുറവായിരിക്കും എന്നൊക്കെ. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പുളിക്ക് നല്ല എന്താ പറയുക, നല്ല പുളിയായിരിക്കും. കാരണം നമ്മൾ അതിൽ വേറെ ആർട്ടിഫിഷ്യൽ സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ ചാറ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഓരോന്നോരോന്ന് പെറുക്കി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ മുളകിട്ട മീൻകറി. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ. നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ വാങ്ങി വെച്ച് നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കാം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശയാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മാവൊക്കെ ഇന്നലെ രാത്രി തന്നെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു കുഞ്ഞ് മോർണിംഗ് വ്ലോഗാണ് ഉദ്ദേശിച്ചത്. ദോശ, മീൻകറി, ഇത് വലിയ വ്ലോഗായി പോകും. ഇപ്പോൾ ദോശയ്ക്ക് ഇനി ചട്നി ഉണ്ടാക്കണം, പിന്നെ മക്കൾക്ക് കൊടുക്കാനുള്ള മീൻ വറുക്കണം. അങ്ങനെയൊക്കെ കഴിഞ്ഞ് മക്കളെയും കൂടെ റെഡിയാക്കി വിട്ടാൽ എൻ്റെ രാവിലത്തെ ഏകദേശമൊക്കെ പണി കുറയും, ഒതുങ്ങും. പിന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി അങ്ങനെയാണ് എൻ്റെ ഒരു ഡേ പോകുന്നത്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, ഞാൻ എന്താ പറയണ്ടേ. അപ്പം എന്തുവാ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എന്താ പറയുക, ഒരു നെഗറ്റീവ് തോട്ട്സ് മനസ്സിലോട്ട് എടുക്കാതെ നല്ല സന്തോഷമായിട്ട് രാവിലെ എണീച്ച് പുറത്തൊക്കെ പോയി നല്ല കുറച്ച് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് പിന്നെ വന്നിട്ട് പണിയെടുത്ത് എല്ലാം പെട്ടെന്ന് തീർക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ രാവിലെ നമുക്കൊരു മടി ഉണ്ടാവില്ല. രാവിലെ തന്നെ നമ്മൾ നേരെ അടുക്കളയിലേക്ക് വന്നാലും ഒരു മടിയായിരിക്കും. അപ്പോൾ രാവിലെ ഒരു 6 മണിക്കൊക്കെ എണീക്കുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ ഒന്ന് എണീച്ച് പുറത്ത് പോയി ജസ്റ്റ് ചെടികളും നമ്മുടെ പ്രകൃതിനോടൊക്കെ സംസാരിച്ച് വട്ടാന്ന് വിചാരിക്കും ആൾക്കാർ. പക്ഷെ ഒരു രസമാട്ടോ അങ്ങനെയൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഹോൾ ഡേ മൊത്തം പോസിറ്റീവായിരിക്കും നമുക്ക്. എന്നിട്ട് നമ്മൾ പണിയെടുത്ത് നോക്കിയേ, ചടപടേന്ന് നമ്മുടെ പണി തീരും. അങ്ങനെയാണ് എൻ്റെ ഒരു വേ ഓഫ് വർക്കിംഗ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടും ഇരിക്കും. പിന്നെ രാവിലെ എണീച്ച് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യണം കേട്ടോ. അതിനൊക്കെ കുറച്ച് നേരത്തെ എണീക്കണം. പണി കുറവുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് നേരത്തെ എണീച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത്, ഞാൻ ഈവനിങ്ങിലാണ് മാക്സിമം എക്സസൈസ് ചെയ്യുന്നത്. മോർണിംഗിൽ എനിക്ക് ആക്ച്വലി സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഈവനിങ്ങിലാണ് എക്സസൈസ് ചെയ്യുന്നത്. ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട് സക്സസ്ഫുള്ളി. ഇനി അടുത്ത ദോശ ഉണ്ടാക്കട്ടെ. ദോശയ്ക്ക് പിന്നെ ചട്നി ഉണ്ടാക്കണം.
ഇനി ദോശ ചുട്ട് കഴിഞ്ഞിട്ട് ചട്നി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അതൊക്കെ കാണിക്കണം, അതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ അല്ലേ, അതൊക്കെ എന്ത് കാണിക്കാനല്ലേ. നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ നിർത്തിയാലോ. ഞാനൊരു കുഞ്ഞ് മീൻകറീൻ്റെ റെസിപ്പി ഉണ്ടാക്കി കാണിച്ചു തരണമെന്ന് ഉദ്ദേശിച്ചുള്ളൂ. ദോശയൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനു കാണിക്കാനല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ, വാച്ച് ചെയ്യണം കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് വാച്ച് ചെയ്യണം. എൻ്റെ പൊട്ടത്തരങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് എനിക്ക് എൻ്റെ വീഡിയോക്ക് ഇച്ചിരി റീച്ച് ഉണ്ടാക്കി തരണേ. പിന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ, ലവ് യു ഓൾ.